എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് ചവ്വരി പായസമാണ് റെഡിയാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പം ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ പോവാം. ഈ നെയ്യ് ഒന്ന് ഉരുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നെയ്യ് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം. കശുവണ്ടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഞാനതിങ്ങനെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചവ്വരിയാണ്. ഇത് ഞാൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇതിലെ നെയ്യിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാൽ ഇതേപോലെ കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർത്തേക്കുന്നത് 1.5 കപ്പാണ്. ഇനി ഇതിൽ തീ കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരല്പം പാല് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരം കുറവാണ് തോന്നുവാണെങ്കിൽ പിന്നെ ചേർക്കാം. എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ലൊരു മണവും ഒക്കെയാണ്. കസ്റ്റാർഡ് പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എന്നാലും ഇതിലേക്ക് നമുക്കൊരല്പം ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചവ്വരി കസ്റ്റാർഡ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചവ്വരി കസ്റ്റാർഡ് പായസം. അതേപോലെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡെസേർട്ടൊന്നും ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.